ബീഹാറിന്റെ വിധി എന്ത് എന്നറിയാൻ നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി. ഇപ്പോഴിതാ പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴും അവിടെ NDA സഖ്യം തന്നെ ഭരണ തുടർച്ചയിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ അതിനെ തള്ളിക്കളയുകയാണ് മഹാസഖ്യം. അവിടെ സർക്കാർ രൂപീകരിക്കും മഹാഗഡ്ബന്ധൻ എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, നെഞ്ചെടുപ്പിന്റെ സമയമാണ്. എങ്ങനെയാണ് NDAയുടെ പ്രതീക്ഷകൾ? തേജസ്വി യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണോ? മറുഭാഗത്ത് അഭിലാഷ്, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പലയിടങ്ങളിലും BJP ലഡു ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത് 501 കിലോ ലഡു ഓർഡർ ചെയ്തു എന്ന വിവരങ്ങൾ കൂടിയാണ് അവിടുന്ന് പങ്കുവയ്ക്കുന്നത്. പക്ഷേ തങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസം തേജസ്വിയും പുറപ്പെടുവിക്കുന്നു. തേജസ്വി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തേജസ്വി തള്ളിക്കളയുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഈ സർക്കാരിനെ മാറണം, അല്ലെങ്കിൽ ഈ നിലവിലെ ബീഹാറിലെ സർക്കാർ മാറണം, സർക്കാരിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് തേജസ്വിയുടെ പ്രതികരണം. അതേസമയം BJP അധ്യക്ഷൻ ദീപക് ജയ്സ്വാൾ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന നിലപാട് വ്യക്തമാക്കുകയാണ്. അപ്പോൾ NDA ക്യാമ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതേസമയം മഹാസഖ്യവും തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനാകും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പക്ഷേ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ഈ മഹാസഖ്യത്തിന് അനുകൂലമല്ല. ഇന്ന് പുറത്തു വന്ന ആക്സിസ് മൈ ഇന്ത്യ 121 സീറ്റ് മുതൽ 140 സീറ്റുകൾ വരെ BJPക്ക് കിട്ടും എന്ന് പറയുന്നു. മഹാഗഡ്ബന്ധനാകട്ടെ 118 സീറ്റുകളാണ് ഏറ്റവും കൂടിയാൽ കിട്ടുക എന്ന് പറയുന്നു. 43% വോട്ടുകൾ NDAക്ക് കിട്ടുമെന്നാണ് ഇന്ന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം 41% വോട്ടുകൾ ആണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്. അതോടൊപ്പം ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് ഇന്ന് വന്നിട്ടുള്ള ഫലങ്ങൾ, അതിൽ പുരുഷന്മാർ കൂടുതലും തേജസ്വി ആകണം എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം NDA അധികാരത്തിൽ വരണമെന്ന് സ്ത്രീകൾ കൂടുതലായി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സർവേകളിൽ പങ്കെടുത്തവർ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായി സ്ത്രീകൾ ഈ നിതീഷ് വരണം എന്ന് പറയുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിലെ മദ്യനിരോധനമാണ്. അത് സ്ത്രീകൾക്ക് വലിയ ഒരു ഗുണം ചെയ്തു എന്നാണ് അവരിൽ ഭൂരിഭാഗവും അവകാശപ്പെടുന്നത്. അതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സഹായവും വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ടുഡേസ് ചാണക്യയും സമാനമായ രീതിയിൽ ഒരു BJP JDU സഖ്യത്തിന് ഒരു മുൻഗണന അല്ലെങ്കിൽ മികച്ച വിജയം നേടും എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. എല്ലാ സർവേകളും ഒരു കാര്യം വ്യക്തമാക്കുന്നത്, അതിൽ JDU സർക്കാരിനാണ് കാര്യമായ നേട്ടം. എല്ലാവരും JDU ജനതാദൾ യുണൈറ്റഡിനാണ് കാര്യമായ നേട്ടം എല്ലാവരും പ്രവചിക്കുന്നത്. അതിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ JDU ജയിക്കും എന്ന ഒരു വിലയിരുത്തലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പല സബ് കാസ്റ്റ് ഡിവിഷനുകളുടെ വോട്ട് ഷെയറുകൾ കൂടി പരിശോധിക്കുമ്പോൾ അത് ഇതിൽ SC വിഭാഗം 52% NDAക്കൊപ്പം നിൽക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതേസമയം എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് 61% NDA സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. OBC വിഭാഗത്തിൽ 60% വോട്ടുകൾ NDAക്ക് ലഭിക്കും എന്ന വിവരങ്ങൾ ആണ് വരുന്നത്. ഈ പാസ്വാൻ സമുദായത്തിൽ പെട്ടവർ 64% NDAക്കൊപ്പമാണ് എന്ന വിവരം വരുന്നു. അപ്പോൾ ഈ ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടിയത്, അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന് കൂടുതൽ പ്രാധാന്യം നൽകിയത് NDAക്ക് ഒരു അനുകൂല ഘടകമാണ് എന്ന ഒരു ചിത്രം വരുന്നു. അതേസമയം OBCകൾ, പിന്നോക്ക വിഭാഗമെല്ലാം കൂടുതലായി ഇത്തവണ NDAക്കൊപ്പം നിന്നിരിക്കുന്നു എന്ന ചിത്രവും കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആക്ച്വൽ പോൾ ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മാറാറുണ്ട്. അങ്ങനെ മാറുമോ എന്ന ആശങ്ക ഒരു വശത്ത്, അങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നു മഹാഗഡ്ബന്ധൻ. പക്ഷേ ലഡുവിൻ്റെ കാര്യത്തിൽ BJPയാണ് ആദ്യം ലഡു ഓർഡർ ചെയ്തിരിക്കുന്നത്. യെസ്, എന്തായാലും ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ NDA വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പ്രവചിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് അവിടെ മഹാസഖ്യത്തിന് പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നതായി പുറത്തു വരുന്നത്. മറ്റെല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് കൃത്യമായി മേൽക്കൈ പറയുന്നു എന്ന് മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പോലും 130 മുതലിന് മുകളിലേക്ക് സീറ്റുകൾ എന്നതാണ്.